فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا مكنا له في الأرض وآتينا من كل شيء سببا فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا. വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് അള്ളാഹു ദുൽഖർനൈനിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു പിന്നീട് പറയാണ്, ഇന്ന മക്കന്നാലോ, നാം അദ്ദേഹത്തിന് തംകീന് ചെയ്തു കൊടുത്തു. നമ്മൾ ഇതിന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്തില് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സംഭവത്തിൽ നിന്നുള്ള നമുക്ക് വേണ്ടുന്ന നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾക്ക് പ്രസക്തമായി എന്നും നിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, ചിന്തയെക്കുറിച്ച്, നാം ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളെ കുറിച്ചെല്ലാം അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോ ഇന്ന മക്കന്നാലഹു, നിശ്ചയം നാം മക്കന്നാലഹു, അദ്ദേഹത്തിന് സാധ്യമാക്കി കൊടുത്തു. ഇവിടെ തെംകീന് എന്നുള്ളതിനെ മുഫസ്സിരീങ്ങള് വ്യാഖ്യാനിക്കുന്നത് ഇന്ന അഅ്തൈനാഹു ഇംകാനാത്തിൻ യസ്തതിഉ ബിഹാ അൻ യസ്രിഫ കുല്ല ഉമൂരിഹില്ലത്തി യുരീദുഹ എന്നാണ് അതിന് മുഫസ്സിരീങ്ങൾ, ഒരു അറബി മുഫസ്സിരീങ്ങൾ അർത്ഥം കൊടുക്കുന്നത് അങ്ങനെയാണ്. ഇന്നനാ, നിശ്ചയം നാം അഅ്തൈനാഹുൽ ഇംകാനാത്തി, എല്ലാ സൗകര്യങ്ങളും നാം അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. യസ്തതിഉ ബിഹാ അൻ യസ്രിഫ കുല്ല ഉമൂരിഹി, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും വിവേകപൂർണം, റുഷ്തോടുകൂടി നടത്താൻ പറ്റുന്ന രൂപത്തിൽ, അല്ലത്തി യുരീദുഹ, എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാകുന്ന രൂപത്തിൽ, അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങളെ നാം ഒരുക്കി കൊടുത്തു. അതാണ് ഇവിടെ മക്കന്നാലഹു എന്ന് പറഞ്ഞാൽ ആ തംകീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. മിൻ കുല്ലി ഷൈഇൻ സബബ, അവിടെ മിൻ കുല്ലി ഷൈഇൻ സബബ എന്ന് പറഞ്ഞാല് പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാര്യകാരണ ബന്ധത്തോടുകൂടി വിഷയങ്ങളെ ചെയ്തു തീർക്കാനുള്ള ഒരു സാധ്യതയും അദ്ദേഹത്തിന് നാം നൽകി. പാത്തൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, അല്ലേ? അപ്പോ ഇവിടെ നമ്മള് ഒരു വ്യക്തിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, ആ വ്യക്തിയുടെ സംഭവത്തെ അള്ളാഹു ഉദ്ധരിക്കുകയാണ്. നമ്മൾ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു വെച്ചതുപോലെ ഒരു വ്യക്തിയുടെ ജീവിത വിഷയങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ചിന്തകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ കുറിച്ചെല്ലാം പറയണമെങ്കിൽ ആ വ്യക്തി എത്രമാത്രം സ്വാലിഹായിരിക്കണം, എത്രമാത്രം യഹ്സാനുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അള്ളാഹു വെറുതെ ഒരു വ്യക്തിയെ ഉദ്ധരിക്കൂലല്ലോ. അള്ളാഹു വെറുതെ ഒരു വ്യക്തിയെ അള്ളാഹു ഉദ്ധരിക്കൂല. അപ്പൊ നമുക്കറിയാം, വിശുദ്ധ ഖുർആനില് ഇതുപോലെ പല ആളുകളെ കുറിച്ചും പല പ്രവാചകന്മാരെ കുറിച്ചും നമ്മൾ പറഞ്ഞതുപോലെ പല പ്രവാചകന്മാരെ കുറിച്ചും അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവാചകന്മാരല്ലാത്ത ഒരു വ്യക്തിയെ അള്ളാഹു ഉദ്ധരിച്ചത് ആരെയാണെന്നാണ് നിങ്ങളുടെ ഒരു അറിവ്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, അല്ലേ? സെയ്ദ് റളിയല്ലാഹുവിന്റെ പേരാണ് സഹാബികളിൽ നിന്ന്, ഒരു സാധാ മനുഷ്യരിൽ നിന്ന് ഉദ്ധരിച്ച ഒരു പേര് അതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ധരിച്ചത്? അള്ളാഹു ചില ആളുകളുടെ പേര് അള്ളാഹു തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ജീവിത ചരിത്രത്തെ അള്ളാഹു തിരഞ്ഞെടുക്കും. അതിന്റെ പിറകിലെല്ലാം അവർക്ക് അള്ളാഹു വകവെച്ചു കൊടുക്കുന്ന വലിയ സ്ഥാനങ്ങളും ആദരവും ഉണ്ട് എന്നാണ് ഇമാം ഷഅറാവി പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹുവിന്റെ നാമത്തെ അള്ളാഹു തിരഞ്ഞെടുത്തത്? അദ്ദേഹത്തെ അങ്ങനെ എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം ഇദ്ദേഹം ഖദീജ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി നൽകിയ ഒരു വ്യക്തിയായിരുന്നു. അവരുടെ കീഴിലുള്ള ഒരു അടിമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ മോചിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനുജരും കൂടി
പിന്നെ മദീനയിലെത്തുന്നു. ഇദ്ദേഹം മദീനയിൽ ഉണ്ടെന്ന് പറഞ്ഞ് അവരവിടെ വരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹം പോവാതിരുന്നപ്പോൾ റസൂലുള്ള അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അങ്ങക്ക് പോവാം, ഇവിടെ നിൽക്കാം, രണ്ടും അങ്ങയുടെ പിന്നെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം തെരഞ്ഞെടുക്കുകയാണ്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബിനെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് വിളിച്ചത് സയ്യിദ് ബിൻ മുഹമ്മദ് എന്നാണ്. സ്വഹാബികളെല്ലാം പിന്നീട് അദ്ദേഹത്തിന് വലിയ സ്ഥാനാണ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും എന്ന ആയത്ത് ഇറങ്ങുകയും അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് റസൂലുള്ളാന്റെ പേരിനെ ചേർത്ത് പറയരുതെന്നും അതിന്റെ പിറകിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ അത്തരം ഒന്നിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നെ പേരിനോടൊപ്പം ചേർത്ത് പറയരുത് എന്നുള്ളതിന്റെ പിറകിൽ മറ്റൊരു താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു അതിൽ ഇടപെടുകയും മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വ ഖാതമൻ നബിയ്യീൻ എന്ന് പറഞ്ഞ ആയത്ത് ഇറങ്ങിയതോടുകൂടി പിന്നീട് അദ്ദേഹത്തെ സയ്യിദ് ബിൻ ഹാരിസ എന്ന് തന്നെ പിന്നീട് വിളിച്ചു. അത് അദ്ദേഹത്തിന് വലിയ വേദനയായി, ദുഃഖമായി. ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ പേര്, കാരണം പിന്നെ റസൂലുള്ളാഹിനോട് ചേർത്തിട്ടാണ് അദ്ദേഹത്തെ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് അള്ളാഹു തന്നെ അദ്ദേഹത്തിന്റെ പേരുദ്ധരിച്ചതിലൂടെ അദ്ദേഹത്തിന് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യർ ഓർക്കുന്ന രൂപത്തിൽ, പാരായണം ചെയ്യുന്ന രൂപത്തിൽ ആ വാക്ക് അവരുടെ ജീവിതത്തിൽ, പ്രവൃത്തിയിൽ, അവരുടെ അമലിൽ തന്നെ അതൊരു പുണ്യമായി മാറുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ നാമത്തെ മാറ്റിയതിലൂടെ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം അതിനേക്കാളും അപ്പുറമാണ്. അത് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒന്നാണ്. ഇങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തെ ഈ പറഞ്ഞ ഭാഗത്ത് ഇമാം ഷഅറാവി ഉദ്ധരിക്കുന്നുണ്ട്. കാരണം ഉദൂഹും ലി ആബാഇഹിം വഹുവ അഖ്സതു ഇൻദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ അള്ളാഹു പിന്നീട് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഖ്സത്തായത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഈ വിഷയത്തിൽ ഇടപെട്ട് അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം അദ്ദേഹത്തിന്റെ തന്നെ പിതാവിന്റെ പേരിനെ ചേർത്ത് പറഞ്ഞുകൊണ്ട് വിഷയത്തെ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ 2-3 കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പേരുമ കളിക്കുന്നവരാണ് ചില ആളുകൾ. പക്ഷെ പിതാവിട്ട നാമത്തെ അന്ത്യനാളിൽ അള്ളാഹു ആ പേര് പറഞ്ഞ് വിളിക്കും എന്നാണ്. അപ്പോ നമ്മള് ഈ പേരിന്റെ പിറകിൽ പോയിട്ട് സങ്കീർണതകൾ തീർക്കരുത് എന്ന ഒരു വിഷയം കൂടി ഇതിന്റെ ഉള്ളില് അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട്. വളരെ അപൂർവം പേരുകൾ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മാറ്റിയിട്ടുള്ളൂ. 2 വ്യക്തികളുടെ പേരറ്റ, ഒന്ന് അബ്ദുൽ ഷംസ്, അബ്ദുൽ ഉസ്സ, അങ്ങനെല്ലാം ഉണ്ടായിരുന്ന 2 ആളുകളുടെ പേര് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മാറ്റിയിട്ടുള്ളത്. കാരണം ഉദൂഹും ലി ആബാഇഹിം എന്ന് പറഞ്ഞതിലൂടെ മനുഷ്യന്റെ പിതാവ് അയാൾ ഏത് അവസ്ഥയിലായിരുന്നാലും ആ പിതാവ് എപ്പോഴും പിതാവ് തന്നെയാണ്. ആ പിതാവിട്ട പേര് കൊണ്ട് അവരെ വിളിക്കുക എന്നുള്ളത് അത് ആ വ്യക്തിനോട് തന്നെ കാണിക്കേണ്ട മര്യാദയാണ്. അല്ലാതെ ഇവിടെ മുസ്ലിം പേര് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേരൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് നമ്മള് പറഞ്ഞു പോന്ന ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നൊന്നും അങ്ങനെ നമുക്ക് ഒരു മാതൃക ഒന്നുമില്ല. മുസ്ലിം പേര് എന്ന് പറഞ്ഞിട്ടൊരു പേര്, അങ്ങനെ ഒരു പേരുണ്ടാവും. മുസ്ലിം എന്ന് പറയുന്ന ഒരു ഗുണമാണ്, ഒരു മനുഷ്യരിൽ നിൽക്കുന്ന ഒരു ഉത്കൃഷ്ടമായ ഒരു ഗുണമാണ് ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ. ഒരാൾ മുസ്ലിം ആകുക, നമ്മൾ മുസ്ലിം ആണെന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മള് കുറെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ആ മൂല്യങ്ങളിൽ ഒന്നാമതായി സൃഷ്ടിച്ച പരിപാലകനായ ജഗന്നിയന്താവായ സർവേശ്വരന് പൂർണാർത്ഥത്തിൽ സമർപ്പിതനാണ്. ആ ശക്തിയിൽ നിന്നുള്ള കൽപ്പനകളെ, തേട്ടങ്ങളെ ജീവിതത്തിൽ പാലിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ് നമ്മൾ ആ വാക്കിനെ കാണുകയും ആ വാക്കിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വാക്കിനെ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളും
അങ്ങനെ തന്നെയാണ് ആ വാക്കിന്റെ ഉള്ളിലുള്ള ആശയത്തെ ഉൾക്കൊണ്ടിരുന്നത്. അല്ലാതെ വെറും ഒരു വാക്ക് കേൾക്കല്ല. മുസ്ലിം ആകുക, ആ എന്നാ പിന്നെ എങ്ങനെല്ലാം കോലം കെട്ടിക്കഴിഞ്ഞാല് ഇന്ന രൂപത്തിലെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മുസ്ലിമാകും എന്ന ഒരു ചിന്തയിലല്ല പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമൂഹം ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പ്രവാചകന്മാർ അനമിനൽ മുസ്ലിമീൻ അന അവലുൽ മുസ്ലിമീൻ എന്നെല്ലാം പ്രവാചകന്മാർ പറഞ്ഞത് നമ്മൾ എന്ന് പറയുന്നത് പോലുള്ള ഒന്നല്ല. അത് സ്വഭാവം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, കർമ്മങ്ങളെ കൊണ്ട് എല്ലാം തന്നെ ഉത്കൃഷ്ടമായ ഒരു ഉന്നതമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അടിസ്ഥാന ജീവിത തത്വങ്ങളെയാണ്, തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് ഒരാൾ മുസ്ലിം ആകുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇമാം ഷഅറാവി ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുസ്ലിം ആകുക എന്ന് പറയുന്നത് അതൊരു സിഫത്തിനെ ഉൾക്കൊള്ളലാണ്. അത് മുഹമ്മദീയ ഉമ്മത്തിന് നാമവുമാണ് സിഫത്തുമാണ്. മുൻകഴിഞ്ഞു പോയ സമൂഹത്തിന് അത് സിഫത്താണ്, അത് ഗുണം മാത്രമാണ് എന്ന് പറയുന്നത്. കാരണം അതിനെ വ്യാഖ്യാനിക്കുന്നത് തന്നെ ഇന്ന അൻസൽന തൗറാത്ത ഫീഹി ഹുദം വ നൂറുൻ യഹ്കുമു ബിഹൻ നബിയ്യുനല്ലദീന അസ്ലമു. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാം വരെ മൂസാ നബിക്ക് ശേഷമുള്ള പ്രവാചകന്മാർ, അതുകൊണ്ട് മുസ്ലിമായ പ്രവാചകന്മാർ അതുകൊണ്ട് വിധി പറയുമായിരുന്നു എന്ന് പറയുന്നിടത്ത് ആ വാക്കിനും അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് അവിടെ നാം ഈ പറയുന്ന കാര്യത്തെ അദ്ദേഹം വിശാലമായി പ്രതിപാദിക്കുന്നുണ്ട്. യഹ്കുമു ബിഹൻ നബിയ്യുനല്ലദീന അസ്ലമു, പ്രപഞ്ചനാഥന് സർവേശ്വരന് കീഴ്പ്പെട്ട പ്രവാചകന്മാർ അതുകൊണ്ട് വിധി പറയുമായിരുന്നു. അപ്പൊ കീഴ്പ്പെടുക, ആ എന്തിനൊക്കെയാണ് കീഴ്പ്പെടുന്നത്? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം എന്ന വാക്കിനെ തന്നെ വ്യത്യസ്തങ്ങളായ ഉത്കൃഷ്ട കർമ്മങ്ങളെ കൊണ്ട് അതിനെ വിശദീകരിക്കുന്നത്. അൽ മുസ്ലിമു ലാ യക്ദിബു, മുസ്ലിം കളവ് പറയൂല. മുസ്ലിം കളവ് പറയൂല എന്ന് പറഞ്ഞാല് അറബി പേരിട്ട ആള് കളവ് പറയൂല എന്നല്ല. പടച്ച തമ്പുരാന് യഥാവിധി കീഴ്പ്പെട്ട സ്രഷ്ടാവായ നാഥനെ യഥാവിധി മനസ്സിലാക്കി ആ ശക്തിയുടെ മഹത്വത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവന്റെ ഇടപെടലിനെ, അവന്റെ ഇൽമിനെ കുറിച്ചുള്ള, അവന്റെ ഇടപെടലിനെ കുറിച്ചുള്ള, അവന്റെ അധികാര ഇടങ്ങളെ കുറിച്ചുള്ള ബോധം ഒരു മനുഷ്യനിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ നാഥന് പൂർണ്ണമായി കീഴ്പ്പെടും. അങ്ങനെ കീഴ്പ്പെടുന്ന ഒരു വ്യക്തി ഒരിക്കലും കളവ് പറയൂല എന്നാണ്. കാരണം കളവ് പറഞ്ഞാൽ അത് അതിന്റെ സൈഡ് എഫക്റ്റ് എന്താന്ന് അയാൾ ഉടനെ തന്നെ ആക്കി തിരിച്ചറിയും. അതുകൊണ്ടാണ് പിന്നെ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി എന്ന് എല്ലായിടങ്ങളിലും അള്ളാഹു ചേർത്ത് പറയുന്നത്. പടച്ചവനിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക. ഈ വിശ്വാസം എന്നുള്ള വാക്കിനെ ദുർബലമായ ഒരു വാക്കാണ് കേട്ടോ. നമ്മൾ ഓരോ വാക്കിനെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഇത് തീരൂല. ചില ആൾക്കാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്തുകൊണ്ടാ തീരാത്തത്. അപ്പോ പിന്നെ നമ്മൾ പിന്നെ ചർച്ച തന്നെ തീരൂല. നമ്മള് ഇതും ഇടക്ക് നമ്മൾ ആവർത്തിക്കുന്നുണ്ടല്ലോ. ഈ ആവർത്തനം നമ്മൾക്ക് ഗുണം ചെയ്യും. നമ്മളിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അള്ളാഹു കൊണ്ടുവരും. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങളിലും ഒരു പക്ഷേ ചില വാക്കുകളെ നമ്മൾ നിരന്തരമായി അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സുഗന്ധങ്ങളും ചില നല്ല കർമ്മങ്ങളിലും അള്ളാഹു സൃഷ്ടിക്കും. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോ പിന്നെ അൽ മുസ്ലിമു ലാ യക്ദിബു, മുസ്ലിം കളവ് പറയൂല എന്ന് പറഞ്ഞാല് പേരിട്ടൊരാൾ കളവ് പറയൂല എന്നല്ല ഇതിന്റെ അർത്ഥം. അല്ലെങ്കിൽ കോലം മാറി ഒരാൾ കളവ് പറയൂല എന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ നാട്ടിലെല്ലാം അങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്, റസൂലുള്ളയോ അമ്പിയാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുന്നവരോ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കിയതുപോലല്ല ഇതിനെ കാണുന്നത്. അപ്പോ അൽ മുസ്ലിമു ലാ യക്ദിബു, മുസ്ലിം കളവ് പറയൂല, പടച്ചോന് കീഴ്പ്പെട്ടോ കളവ് പറയില്ല. അൽ മുസ്ലിമു ലാ യഗുശു, മുസ്ലിം അഥവാ ഏകനായ ജഗദീശ്വരന് കീഴ്പ്പെട്ട ഒരു മനുഷ്യൻ ആരെയും വഞ്ചിക്കുകയില്ല. അൽ മുസ്ലിമു ലാ യദ്ലിമു ജാറഹു, പ്രപഞ്ച സൃഷ്ടാവിന് കീഴ്പ്പെട്ട ഒരു മനുഷ്യൻ അയൽക്കാരനെ ആക്രമിക്കുകയില്ല. അപ്പൊ നമ്മളെല്ലാം നമ്മുടെ പരിസരങ്ങൾ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ പേര് എന്ന് പറയുന്നത് അത് പിന്നെ മുസ്ലിം ആകുക എന്നുള്ളതിന് അടിസ്ഥാനമല്ല. പേരെന്തുമാകാം, മുഹമ്മദ് ആകാം, രാമനാകാം, ജോർജ് ആകാം, ആരുമാകാം. കാരണം അവരുടെ പിതാവിട്ട പേരുകൊണ്ട് അവരെ അള്ളാഹുവിന്റെ സന്നിധിയിൽ അവരെ വിളിക്കപ്പെടുമെന്ന് റസൂലുള്ള പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ എപ്പോഴും വിളിക്കേണ്ടത്
അവന്റെ പിതാവിട്ട പേരുകൊണ്ടാണെന്ന് അള്ളാഹു ആ അടിവരയിട്ടുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പേരിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകളും അവിടെയാണ് നമ്മളതിൽ നിൽക്കുന്നത്. ഒരു വ്യക്തിയുടെ കർമ്മമോ സമൂഹത്തിന്റെ പിന്നെ എന്താ പറയാ, സമൂഹത്തിൽ നിലനിൽക്കേണ്ട ഏറ്റവും നല്ല പിന്നെ ബന്ധങ്ങള്, വിശുദ്ധി, അവരുടെ നല്ല ജീവിതം, ഇതിനെക്കുറിച്ചൊന്നുമല്ല പലപ്പോഴും നമ്മുടെ ചർച്ചകൾ. ആ വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുകയും ആ വ്യക്തിയുടെ ചില ചില വിഷയങ്ങളെ കുറിച്ച് മാത്രമുള്ള ചർച്ചയിൽ നമ്മൾ ഇങ്ങനെ അഭിരമിക്കുകയും ചെയ്യുകയാണ്. ഇത് ശരിയായ ഒന്നല്ല. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ അള്ളാഹു ഇങ്ങനെ എടുത്തു പറഞ്ഞത്, ഉദുഊഹും ലി ആബാഇഹിം, അവരുടെ പിതാക്കന്മാരിട്ട പേര് കൊണ്ട് അല്ലെങ്കിൽ അവരിലേക്ക് ചേർത്തിക്കൊണ്ട് നിങ്ങൾ അവരെ വിളിക്കണം. ബഹുവ അഖ്സത്തു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അഖ്സത്തായത് അതാണ് എന്നാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇവിടെ തന്നെ രണ്ട് തരത്തിലാണ് പിന്നെ മുഫസ്സിരീങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ ഇവിടെ അക്സത്ത്, അതുപോലെ തന്നെ പിന്നെ ഈ ഖിസ്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും പറയാ നീതിപൂർണമായ ഒരു വിളി എന്നാണ് അള്ളാഹു അവിടെ ഉപയോഗിക്കുന്നത്. കാരണം അത് അള്ളാഹു അദ്ദേഹത്തിന് തന്നെ നൽകുന്ന ഒരു അംഗീകാരം കൂടിയിട്ടാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മനസ്സിനുള്ള ഒരു വേദനയെ അള്ളാഹു തീർത്തു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിനെ അള്ളാഹു തന്നെ വഹിയിൽ പിന്നെ ചേർത്ത് അന്ത്യനാൾ വരേക്കും മനുഷ്യര് അത് പാരായണം ചെയ്യുന്ന, അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന, അദ്ദേഹത്തിന്റെ മഹത്വത്തിന് ഒരു പിന്നെ മകുടം ചാർത്തി കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വേദനയെ പിന്നീട് അള്ളാഹു പരിഹരിക്കുന്നത്. ഇതുപോലെ ചില സുഹൃതങ്ങളെ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃതം എന്താണ്? അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സുഹൃതം എന്താ? അദ്ദേഹം ഒരു പ്രവാചകനെ പൂർണ്ണമായി അദ്ദേഹം ഉൾക്കൊള്ളുകയും ആ പ്രവാചകനോടുള്ള അതിരറ്റ സ്നേഹത്തെ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അതാണ് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ സമ്മാനം. തന്റെ അന്ത്യദൂതനെ അതിരറ്റ് സ്നേഹിച്ച ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകിയ ഒരു സമ്മാനം കൂടിയാണത്. ഒരാൾ വന്നിട്ട് റസൂൽദാനോട് ചോദിക്കുന്നുണ്ടല്ലോ, എന്നാണ് റസൂലെ അന്ത്യനാള്? അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, അങ്ങ് അതിന് വേണ്ടി എന്താണ് സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത്? അപ്പോ ആ മനുഷ്യൻ പറയുന്നുണ്ട്, അന മുഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അള്ളാഹിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു. ആ സമയം പരിശുദ്ധ റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അൻത മഅമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം നീ നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഉണ്ടാകും. അപ്പൊ ഇഷ്ടപ്പെടുക എന്നുള്ളത് വലിയൊരു ഗുണമുള്ള ഒരു സംഗതിയാണ്. അതൊരു പ്രവാചകനെ നിഷ്കളങ്കമായി സ്നേഹിക്കുക എന്ന് പറയുന്നത്, ആ ഹൃദയത്തിന്റെ തുടിപ്പറിയുന്നത് അള്ളാഹു മാത്രമാണ്. അതിന്റെ നിഷ്കളങ്കതയിലെ ആ മൂർത്തഭാവത്തെ അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ചാഞ്ചല്യവുമില്ലാത്ത, ഒരു കാപട്യവുമില്ലാത്ത ശുദ്ധ സ്നേഹമായതുകൊണ്ട് അതിന് അള്ളാഹു പകരം നൽകിയ ഒന്നാണ് അദ്ദേഹത്തിന്റെ പേര് വഹിയിൽ ചേർത്ത് പറഞ്ഞ് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യരെ കൊണ്ട് അത് പാരായണം ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഏതായാലും ഇതുപോലെ ചില സുഹൃതങ്ങൾക്കാണ് അള്ളാഹു അവരുടെ പേരുകൾ പറയുക, അവരുടെ ചരിത്ര സംഭവങ്ങളെ അള്ളാഹു എടുത്തു ധരിക്കുക. ഇതുപോലെ ഒരു മഹാസുഹൃതം ചെയ്ത, മഹാപുണ്യകർമ്മം അനുഷ്ഠിച്ച, നീതിക്ക് വേണ്ടി നിലകൊണ്ട, ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനെ അള്ളാഹു എടുത്തു കാട്ടുകയും അദ്ദേഹത്തിന്റെ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് ചിലത് അള്ളാഹു പറഞ്ഞു തരികയും ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഈ വിഷയത്തെ ഇമാം ഷഅറാബി ബന്ധിപ്പിക്കുന്നത്. അപ്പോ ഇന്ന മക്കന്നാലഹു, അദ്ദേഹത്തിന് നാം സൗകര്യം ചെയ്തു കൊടുത്തു, ഫിൽ അർളി, ഭൂമിയിൽ, വആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകി, മിൻ കുല്ലി ഷൈഇൻ, ഓരോന്നിനും, സബബൻ, കാരണങ്ങളെ അദ്ദേഹത്തിന് നാം നൽകി. അപ്പൊ ഇവിടെ നാം വിശദീകരിച്ചതുപോലെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഏതൊന്നും ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് നാം ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. അപ്പോ സബബ, എന്നിട്ട് സബബിനെ അദ്ദേഹം പിൻപറ്റി. അദ്ദേഹം എല്ലാ മാധ്യമങ്ങളെയും അദ്ദേഹത്തിന്റെ നീതി നടപ്പാക്കാൻ, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തി എന്നാണ്. ഇവിടെ
എന്തുകൊണ്ടാണ് അസ്ബാബുകളെ കുറിച്ച് അള്ളാഹു പറയുന്നത്? അവിടെ നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ പറയല്ലല്ലോ. അദ്ദേഹം സബബ, എന്നിട്ട് അദ്ദേഹം ആ സബബുകളെ അദ്ദേഹം പിൻപറ്റി. അപ്പൊ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഭൗതിക സംവിധാനങ്ങളെയും അദ്ദേഹം ധർമ്മം സ്ഥാപിക്കുവാൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നാണ്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം ഏതെല്ലാം ഇടങ്ങളിൽ പോയോ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും അതിന്റെ അസ്ബാബായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇമാം ഷഅറാബി പറയുന്നുണ്ട്, ഒരു ഗഫ്ലത്തിലായ, അശ്രദ്ധയിലായ, അതുപോലെ തന്നെ ചലനശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് ഒരിക്കലും തന്നെ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സബബ എന്ന് എടുത്തു പറഞ്ഞത്. അഥവാ ഓരോ സമൂഹവും അവർ ജീവിക്കുന്ന ഭൂമികയിൽ സാധ്യമാകുന്ന എല്ലാ ഭൗതിക സംവിധാനങ്ങളെയും അവർ ഉപയോഗപ്പെടുത്തണം. നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തണം. പ്രവാചകന്മാരെ പിൻപറ്റുന്ന ഇത്തരത്തിലുള്ള ചരിത്ര പുരുഷന്മാരെ പിൻപറ്റുന്നവർ ഭൂമിയിൽ നീതി ആഗ്രഹിക്കണം, ധർമ്മം ആഗ്രഹിക്കണം, സത്യം സ്ഥാപിക്കാനുള്ള ത്വര അവരിൽ ഉണ്ടാവണം. അപ്പോ അതിനെല്ലാം സാധ്യമാകുന്ന എന്തെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളെ മുഴുവനും അവർ ഉപയോഗിക്കണം. അവര് വെറുതെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവരാകാൻ പാടില്ല. അവര് വായ കൊണ്ട് എന്തൊക്കെയോ ജൽപ്പനങ്ങൾ നടത്തുന്നവരാകാൻ പാടില്ല. അവര് കർമ്മത്വരയുള്ളവരാകണം എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. കർമ്മത്വരതയുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള പരിവർത്തനങ്ങൾ അവരുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ അവർക്ക് നിർമ്മിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഓരോ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളെ, നിലവിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഇടപെടൽ അവർ നടത്തണം. ഇത് അള്ളാഹു ഇദ്ദേഹത്തെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി എങ്ങനെയാണ് പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ പോലും സ്വീകാര്യനാകുന്നത്, സമൂഹ മതത്തിൽ സ്വീകാര്യനാകുന്നത്? നീതിപൂർവമുള്ള ഇടപെടൽ നടത്തുകയും അതിന് ആവശ്യമുള്ള അസ്ബാബുകളെ, മാധ്യമങ്ങളെ കണ്ടെത്തുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സമൂഹത്തെ പുനഃസൃഷ്ടിക്കാനുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ നീതിബോധം സ്ഥാപിക്കുവാനുള്ള, ധർമ്മബോധം സ്ഥാപിക്കുവാനുള്ള, സത്യം ഉയർത്തിപ്പിടിക്കാനുള്ള ശീഘ്രമായ ചിന്തയും ചടുലമായ പ്രവർത്തനങ്ങളും ഒരു സമൂഹത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്നുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക്, ആ സമൂഹത്തിന് ഭൂമിയിൽ വല്ല സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് അവർക്ക് വല്ലതും അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ രൂപത്തിൽ ഈ വിഷയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അടിസ്ഥാനപരമായിട്ട് തന്നെ വാത്തൈനാഹു മിൻകുല്ലി ഷൈഇൻ സബബ, അദ്ദേഹത്തിന് എല്ലാ മാർഗങ്ങളും ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആ മാർഗങ്ങളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുകൂടി അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. സബബ, അദ്ദേഹം ആ മാധ്യമങ്ങളെ, ആ മാർഗങ്ങളെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള, അദ്ദേഹത്തിന്റെ കർമ്മ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളെയും അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുകൂടി അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. വലിയ കുറെ ചിന്തകൾ ഇതിന്റെ ഉള്ളിൽ അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട്. കാരണം ഇത് പിന്നെ മറ്റൊരു പ്രവാചകനെ കൂടി ഇതുപോലെ അള്ളാഹു പറയുന്നുണ്ട് അല്ലെ? സൂറത്ത് യൂസുഫിലേക്ക് പോയി കഴിഞ്ഞാൽ വകദാലിക മക്കന്നാലി യൂസുഫ ഫിൽ അർളീൻ ഇതുപോലെ പറയുന്നുണ്ട്. അവിടെ മക്കന്ന എന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ട് ഇവിടെ മക്കന്ന എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം ചില ആളുകൾ നീതിബോധമുള്ളവരായിരിക്കും. അള്ളാഹു ഭൂമിയിൽ ചിലതെല്ലാം നിർവഹിക്കാൻ അത്തരത്തിലുള്ള കഴിവുകളും അത്തരത്തിലുള്ള ബോധവും നൽകിക്കൊണ്ട് കൊണ്ടുവരുന്ന ചില ആൾക്കാരുണ്ട്. കാരണം അന്നഹു മഅ്മൂനുൻ അലാ തസ്രീഫിൽ ഉമൂരി വിഫ്ഖ മൻഹജില്ല എന്നാണ് ഇതിനെ ഈ മറ്റൊരു തലത്തിൽ ഈ വിഷയത്തെ വ്യാഖ്യാനിക്കുന്നത്. കാരണം അന്നഹു മഅ്മൂനുൻ അലാ തസ്രീഫിൽ ഉമൂരി,
ഈ ഭൂമി ലോകത്ത് എല്ലാ കാര്യങ്ങളും റുഷ്തോടുകൂടി വിവേകപൂർണം ചെയ്തു തീർക്കാനുള്ള ഇമാൻ അല്ലെങ്കിൽ വിശ്വാസം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ വിശ്വസ്തനായിരുന്നു. അത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ചിന്തക്കനുസരിച്ചല്ല, വിഫ്ക മൻഹജില്ല, അള്ളാഹുവിന്റെ അള്ളാഹുവിൽ നിന്നുള്ള മൻഹജിനനുസരിച്ച് മാർഗങ്ങൾ തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടും ഈ പ്രവൃത്തിയിൽ ഏതൊരു പ്രവൃത്തിയും അള്ളാഹുവിന്റെ തൃപ്തിയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഒരു കാര്യങ്ങളെ നിർവഹിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ ചിന്താശേഷിയും അതുപോലെ തന്നെ കർമ്മത്വരയും ആ വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അള്ളാഹു അസ്ബാബുകളെ അദ്ദേഹത്തിന് പിന്നെ തെംകീൻ ചെയ്തു കൊടുത്തത്, ഒരുക്കി കൊടുത്തത്. എല്ലാ വ്യക്തികൾക്കൊന്നും അതുണ്ടാവൂല. ചില വ്യക്തികളിൽ അള്ളാഹു നിക്ഷേപിക്കുന്ന ചില പ്രത്യേകതകളെ കൊണ്ട് ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കുവാൻ, നീതി സംസ്ഥാപിക്കുവാൻ അതിനുള്ള മാർഗങ്ങളെ അള്ളാഹു ഒരുക്കി കൊടുക്കും. അത്തരക്കാർ ഒരിക്കലും അവരുടെ നാമങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രഭാവത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയൊന്നും ചെയ്യൂല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് പേര് പോലും അള്ളാഹു പരാമർശിക്കുന്നില്ല. ഇവിടെ പേരല്ല അടിസ്ഥാനം, നിങ്ങളുടെ കർമ്മമാണ് അടിസ്ഥാനം. ഒരു ലഖബ് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ പേരെന്താന്ന് അള്ളാഹു പറയാതെ പോവുകയാണ്. അങ്ങനെ പേരുമൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുക. നാം എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി അള്ളാഹുവിന്റെ മൻഹജിനനുസരിച്ച് നിങ്ങൾക്ക് വളരെ ചിന്താപൂർവം അത് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. നമ്മളിപ്പോ തെരയിൽ എന്താണ്, ഇയാളെ പേരെന്തായിരുന്നു, ആ പേര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനൊന്നും അല്ല അതിന്റെ അടിസ്ഥാനം എന്നാണ് ഇമാം ഷഅറാവി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അത് പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മഹത്വത്തെ, അദ്ദേഹത്തിന്റെ അധികാര ഇടങ്ങളുടെ പ്രവിശാലതയെ സൂചിപ്പിക്കാനാണ് അള്ളാഹു എന്താക്കിയത്, ദുൽഖർനൈൻ എന്ന വാക്ക് പോലും ഉപയോഗിക്കുന്നത്. അപ്പോ രണ്ട് ഇടങ്ങളിൽ തന്റെ ധർമ്മശാസനകൾ നടത്തിയ ഒരു മഹാവ്യക്തി എന്ന അടിസ്ഥാനത്തിലാണ്, അതാണ് അതിന്റെ ഏറ്റവും ശരിയായ അർത്ഥം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു പോവുകയും ചെയ്തു. മറ്റേതൊന്നിനേക്കാളും മശ്രിഖിലും മഗ്രിബിലും അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായി എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് ദുൽഖർനൈൻ എന്ന വാക്കിനെ പോലും ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച, അതാണ് ശരിയായ അതിന്റെ അർത്ഥം എന്ന് ഇമാം ഷഅറാവി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് നാബുൽസി അദ്ദേഹവും ഇതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഇതേ സംഭവം പറഞ്ഞു പോകുന്നുണ്ട്. ഇതിലേറ്റവും സ്വീകാര്യമായത് അദ്ദേഹം രണ്ടിടങ്ങളിലും അദ്ദേഹത്തിന്റെ അധികാര സംവിധാനങ്ങളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി അതിനു വേണ്ടിയുള്ള ചടുലമായ നീക്കങ്ങൾ അദ്ദേഹം നടത്തി. വിശ്രമമില്ലാത്ത ജീവിതം അദ്ദേഹം അതിനു വേണ്ടി നയിച്ചു. മശ്രിഖിലേക്കും മഗ്രിബിലേക്കുമുള്ള ഒരു നീണ്ട യാത്രയും അവിടങ്ങളിലെല്ലാമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലും അതിനെ സൂചിപ്പിക്കുകയാണ് ദുൽഖർനൈനി എന്ന വാക്ക്. അല്ലാതെ അത് അദ്ദേഹത്തിന്റെ നാമമല്ല. അപ്പൊ നാമം പറയലല്ല അടിസ്ഥാനം, പേര് പറയലല്ല വലിയ കാര്യം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഒരു വ്യക്തിയുടെ ചരിത്ര സംഭവങ്ങളെ എടുത്തുദ്ധരിക്കാൻ മാത്രം അദ്ദേഹം ഭൗതിക ലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ച മാർഗങ്ങളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ഭൂമിയിൽ സത്യവും നീതിയും ധർമ്മവും സ്ഥാപിക്കുവാൻ ഏതെല്ലാം തരത്തിലുള്ള ചടുലമായ നീക്കങ്ങളും ചിന്താപൂർണമായ ഇടപെടലും അദ്ദേഹം നടത്തിയോ, അതുപോലെ നിങ്ങൾ ജീവിക്കുന്ന, നിങ്ങൾ ഇടപെടുന്ന ഇടങ്ങളിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഒരു സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്നത്? കാക്കക്കൂട്ടത്തിൽ കല്ലെറിഞ്ഞ പോലെയാണ് നമ്മളെ അവസ്ഥ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹം എന്നുള്ള നിലക്ക് ആ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ? ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയിലൂടെ സമൂഹത്തിന്റെ ശക്തിയെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാൻ കഴിയുമാറുള്ള ഏത് ഇടപെടലാണ് നമ്മൾ നടത്തുന്നത്? ഒരു വിഷയത്തിന് വേണ്ടി രണ്ടാളുകൾ സംസാരിച്ചാൽ തന്നെ ആ സമൂഹത്തിന്റെ
ശക്തി ഒന്നുമല്ല, ഇവർ ദുർബലരാണ് എന്ന് അതിനെതിരെ നിൽക്കുന്നവർക്ക് ബോധ്യപ്പെടും. ഒരു സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ സമൂഹം ശക്തരാണെന്നും ആ സമൂഹം ഐക്യബോധമുള്ളവരാണെന്നും അവർക്ക് ഒരു നേതൃത്വമുണ്ടെന്നും അവരെ നാം ഉദ്ദേശിക്കുന്ന രൂപത്തിലൊന്നും അങ്ങനെ പെടുന്നനെ തകർക്കാൻ കഴിയില്ലെന്നും എതിരിൽ നിൽക്കുന്നവർക്ക് ബോധ്യപ്പെടും. നമുക്ക് ചുറ്റും പല പ്രശ്നങ്ങളും ഉടലെടുക്കുമ്പോഴും ഈ വിഷയത്തെ ഏത് രൂപത്തിലാണ് ഈ സമൂഹം കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അള്ളാഹുവിൽ ഇത് എന്ത് പാഠമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇതെല്ലാം വായിച്ചു പോകുമ്പോൾ, ഇതെല്ലാം നിരന്തരം വെള്ളിയാഴ്ച ഇത് വായിക്കാത്ത ആൾക്കാരുണ്ടാകും. നമ്മളിതിന്റെ തുടക്കത്തിലേ പറഞ്ഞു, മഹാദജ്ജാലിന് മുമ്പേ വഴിയൊരുക്കുന്നവർ സൃഷ്ടിക്കുന്ന അപകടങ്ങളെ ഏതെല്ലാം തരത്തിലാണെന്നും അതിനെ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അവിടെ ഏത് വിധേനയാണ് നിങ്ങളുടെ അസ്തിത്വം നിങ്ങൾ നിലനിർത്തേണ്ടതെന്നും അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത വിജയം സാധ്യമാക്കേണ്ടതെന്നും പഠിപ്പിക്കുകയാണ് ശരിക്കും ഈ സൂറത്ത് ഓരോ ആഴ്ചയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരാഴ്ച ഇത് ഓതിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വരെ വാനം മുട്ടോളമുള്ള ഒരു പ്രഭ അവരിൽ നിലനിൽക്കുമെന്നെല്ലാം റസൂലുള്ള പറയുന്നത്. ഇതിനെക്കുറിച്ച് പ്രഭ ഉണ്ടാവും, വെളിച്ചുണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ബോധം ഉണ്ടാവും അതിന്റെ അർത്ഥം. മനസ്സ് എപ്പോഴും ശക്തമായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ലക്ഷ്യബോധം ഉണ്ടായിരിക്കും എന്നാണ് അതിന്റെ തേട്ടം. ഇപ്പൊ ലക്ഷ്യബോധമുള്ള ഒരു സമൂഹമായിരിക്കും നിങ്ങൾ. കാരണം അവന്റെ ചുറ്റും ഈ പ്രശ്നങ്ങളിൽ നിരന്തരം കാണുന്നുണ്ട്. അവിടെ എങ്ങനെയൊക്കെയാണ് ഇവരെല്ലാം ഇടപെട്ടത്? രണ്ട് ഭാഗങ്ങളാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങൾ നമുക്ക് ചുറ്റും എന്നും നിലനിൽക്കുന്ന രണ്ട് വിഷയങ്ങളെ അള്ളാഹു ഇവിടെ അടിസ്ഥാനപരമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. ധിക്കാരികളായ അധികാരി വർഗങ്ങൾ, അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ധർമ്മവാഹകർ, സത്യസന്ദേശവാഹകർ, അവിടെ അവരുടെ പ്രാർത്ഥന, തളർന്നു പോകാത്തവരുടെ വീര്യം, ആ വീര്യത്തിന് അള്ളാഹു നൽകുന്ന മഹാസമ്മാനം, അതിനപ്പുറം സമ്പന്നനും ദുർബലനും തമ്മിലുള്ള തീർപ്പാക്കൽ, അള്ളാഹുവിന്റെ വിധിന്യായം, അവിടെ വിജയം ആർക്കാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, അതിനുശേഷം ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ, ഭൗതിക ലോകത്ത് ഇന്ന് പുതിയ ലോകത്ത് ചർച്ച ചെയ്യുന്ന വിജ്ഞാനത്തിന്റെ രണ്ട് മുഖങ്ങള്, അവിടെ വിജ്ഞാനത്തെ എങ്ങനെ നിങ്ങൾ വിനിയോഗിക്കണം എന്നുള്ളത്, നിങ്ങൾ അറിവിനെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത്, അത് ദുർബലന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി എങ്ങനെയാണ് ഇതിനെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്, അതിനപ്പുറം വിജ്ഞാനത്തെ ഉപയോഗിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു പുതിയ ലോകം, റസൂലുള്ള പറഞ്ഞതുപോലെ ചക്രവാളങ്ങളെ ഭേദിക്കുമാറുള്ള കളവുകൾ കൊണ്ട് ലോകത്ത് അക്രമവും അനീതിയും പടർത്തുന്ന, അതിനെ തീ പോലെ പടർന്നു പിടിക്കുന്ന, പച്ചവെള്ളത്തിന് പോലും തീ പിടിക്കുമെന്ന് പറയുന്നത് പോലെയുള്ള ഭൗതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അക്രമികളുടെ അന്യായ ഇടപെടലുകൾ, അവിടെ നിങ്ങൾ എങ്ങനെയാണ് വിജ്ഞാനത്തെ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം അധികാരം വാഴുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇടങ്ങളിൽ ധർമ്മം സ്ഥാപിക്കുവാൻ നിങ്ങൾ ഏത് വിധേനയുള്ള ഇടപെടൽ നടത്തണമെന്നുള്ള അള്ളാഹുവിന്റെ അതിശക്തമായ അള്ളാഹുവിന്റെ കൽപ്പനകൾ, അതിനു വേണ്ടി ഒരു ചരിത്ര പുരുഷനെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് നമ്മളെങ്ങനെ പഠിപ്പിക്കുകയാണ് അള്ളാഹു. ഇത് വായിച്ചു പോവേണ്ട സംഗതിയല്ല, വായിച്ചു പോവേണ്ടതല്ല എന്നുള്ളതിനാണ് അള്ളാഹു സബബ, അദ്ദേഹം എല്ലാ മാധ്യമങ്ങളെയും അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് വെറും വർത്തമാനമല്ല, നിങ്ങൾ ചരിത്രങ്ങളെ നിങ്ങൾ പുനരാവിഷ്കരിക്കേണ്ടവരാണ്, നിങ്ങൾ പിന്തുടരേണ്ടവരാണ് എന്ന് അള്ളാഹു പറയുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ അത്ബാ സബ അതുപോലെ സുമ അത്ബാ സബ എന്ന് പറയുന്നില്ല, ഫത്ബാ സബബ പിന്നെയും പറയുന്നില്ലോ. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇതിലൊക്കെ യാത്രകൾ ഒരുക്കം ചെയ്യുന്നതാണ് നമ്മൾ തഫ്സീറുകളിലൊക്കെ കാണുന്നത്. എന്തൊരു യാത്ര കേൾക്കുന്ന പടിഞ്ഞാറോട്ടുള്ള യാത്രക്ക് ചെയ്തുള്ള രൂപത്തിലുള്ള ഒരു സംഗതിയായിട്ട് സബബുകൾ എന്ന് വെച്ചാൽ ഒക്കെ നമ്മളെ ഇപ്പൊ നിലവിലിക്കുന്ന മലയാള തഫ്സീറുകളിലൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ അതിനൊരു
വൈഡായിട്ടുള്ള സംഗതി അങ്ങനെ മൂപ്പര് കൊടുക്കുന്നുണ്ടാവില്ലേ? യഥാർത്ഥത്തിൽ എല്ലാ ഒരുക്കങ്ങളെ കുറിച്ചായിരിക്കും അല്ലേ അതല്ലേ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത്. പിന്നെ ഉം. നമ്മളതിന്റെ അറബി പിന്നെ ടെക്സ്റ്റ് തന്നെ നമ്മൾ വായിച്ചല്ലോ. മറ്റ് അന്നഹു മഅ്മൂനുൻ അലാ തസ്രീഫിൽ ഉമൂരി വിഫ്ത മൻഹജില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്ന് ഉദ്ധരിച്ചിട്ടാണ് നമ്മൾ ആ ടെക്സ്റ്റ് വായിച്ചത്. യാത്രക്ക് വേണ്ടിയിട്ടുള്ളത് ഒരുക്കി എന്നുള്ളതല്ല. അതില് വേറെ ഒരു സംഭവം പറയണേ, ആ മക്കന്ന ലഹു ഫിൽ അർദ് എന്ന് പറയുമ്പോ അത് അള്ളാഹു അധികാരം കൊടുത്തു എന്നുള്ള അർത്ഥത്തിലാണല്ലോ. അധികാരം കൊടുക്കാത്തവർക്ക് ഇതൊന്നും ബാധ്യസ്ഥല്ല എന്നും കൂടി അർത്ഥമുണ്ടോ? നമ്മളൊന്നും അത്ര അദ്ദേഹം പ്രശ്നമില്ലാന്നുണ്ടോ? നമ്മളെല്ലോ അധികാരികളാണ്. നമ്മൾ അങ്ങനെ നമ്മക്ക് എന്തില്ലാന്ന് എന്തിനാ നമ്മൾ ഒഴിഞ്ഞു പറഞ്ഞത്? കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ നമ്മൾ റസൂലുള്ളാഹിനെ കേൾക്കുന്നവരല്ലേ. അധികാരം അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പിന്നെ ഈ പ്രസിഡന്റ് ആകുക, സെക്രട്ടറി ആകുക എന്നുള്ളത് മാത്രമാണോ അധികാരം? അല്ലെങ്കിൽ രാജാവായിരിക്കുക എന്നുള്ളതാണോ അധികാരം? നമ്മൾ പറയും നമ്മളെ നാട്ടിലെ അധികാരം പ്രജകൾക്കാണെന്നാണ് നമ്മളെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല അല്ല, അങ്ങനെയാണെങ്കിൽ അള്ളാഹു പൊതുജനങ്ങള് ഇദ്ദേഹത്തിന് പൊതുജനങ്ങളെ ഇന്ന ഉദ്ദേശിച്ചു കഴിഞ്ഞാല് മക്കന്നാലഹു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന അദ്ദേഹത്തിന്. അല്ല അല്ല, കുല്ലുക്കും റായും കുല്ലുക്കും മസൂലത്തും റായി എത്തുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവിടെ ഇന്ന മക്കന്നാലഹു ഫിൽ അർളി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എന്നാണ് അവിടെ എന്തെങ്കിലും പറഞ്ഞല്ലോ, ഒരു വ്യക്തിയെ സ്വാധീനം അള്ളാഹു എന്നുള്ളതില്ലേ എന്തുകൊണ്ട് അതില്? അങ്ങനെ തെരഞ്ഞെടുക്കണോ? അള്ളാഹു ഒരു വ്യക്തികളെ എന്തുകൊണ്ട് അങ്ങനെ തെരഞ്ഞെടുക്കണോ? ഇപ്പൊ പ്രവാചകൻ ആരെങ്കിലും ചോദിക്കുകയാണ്, എന്താ പിന്നെ പ്രവാചകന്മാര് പിന്നെ ഓല് മഅസൂമീങ്ങളാണ്, എന്തുകൊണ്ട് ഓലെ മഅസൂമാക്കി എന്ന് പറഞ്ഞാൽ ഒരു നരകത്ത് പോലും ഓല അള്ളാഹു അങ്ങനെ ആക്കി വെച്ചിക്കണ്, എന്നാൽ നമ്മളെയാണ്ട് മഅസൂം ആയിക്കൂടെ എന്ന് ചോദിച്ചാല്, അങ്ങനെ ചോദിച്ചാൽ എന്താ നമ്മൾ പറയാ? അങ്ങനെ ചോദിച്ചൂടെ? അപ്പൊ അള്ളാഹു പടച്ച തമ്പുരാന്റെ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പാഠം ഉൾക്കൊള്ളാന് അള്ളാഹു ചില ആളുകൾ അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൽ അതാ നമ്മൾ ഇവിടെ ഉദ്ധരിച്ചത്. എന്തുകൊണ്ട്? അദ്ദേഹം അന്നഹു മഅ്മൂൻ, അദ്ദേഹം ഏറ്റവും നല്ല വിശ്വസ്തനാണ്. ആ വിശ്വസ്തനാകുക എന്നുള്ള ആ ഒരു തൊബീഅത്തിനെ ചില വ്യക്തികളിൽ അള്ളാഹു ആദിക്കേ നിക്ഷേപിക്കും. ആ ഒരു മനുഷ്യന് എത്ര കണ്ട് അള്ളാഹുവിന്റെ ഇസ്മത്ത് ഒരു മനുഷ്യനുണ്ടോ അത്ര കണ്ട് സാധാരണക്കാരെക്കാളും പരീക്ഷണങ്ങൾ ഉണ്ടാവും അവർക്ക്. മഹാപരീക്ഷണങ്ങളിലൂടെ അള്ളാഹു അവരെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് പ്രവാചകന്മാർ ഉലുൽ അസ്മായത്. പ്രവാചകന്മാരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹം ലോകത്തുണ്ടായിട്ടുണ്ടോ? അപ്പൊ അത് വെറുതെ കൊടുക്കണല്ല, അത് ഞമ്മക്ക് താങ്ങാൻ പറ്റൂല. അത് ഞമ്മക്കുള്ള അള്ളാന്റെ കാരുണ്യാണ്. ഞാൻ പറഞ്ഞ തിരിഞ്ഞങ്ങൾക്ക് നമ്മളോടുള്ള അള്ളാന്റെ കാരുണ്യം കൂടിയാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.